അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ മുഴുവൻ പുറത്താക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇത്തവണ രണ്ടാമതും അധികാരത്തിലേറിയത്. അധികാരത്തിലേറിയ ഉടനെ തന്നെ അനധികൃത കുടിയേറ്റക്കാരെ മുഴുവനായും പുറത്താക്കാനുള്ള നടപടികൾ ട്രംപ് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, അമേരിക്കയിൽ നിന്ന് കുടിയേറ്റക്കാരെ പുറത്താക്കുമ്പോൾ ഇന്ന് അമേരിക്ക ഭരിക്കുന്ന ആളുകൾ മുഴുവനായിട്ടും, യൂറോപ്യൻ വംശജരായിട്ടുള്ള ആളുകൾ മുഴുവനായിട്ടും തന്നെ ഒരു കാലത്ത് കുടിയേറ്റക്കാരായി അവിടെ എത്തിച്ചേർന്നവരാണ്. അവർക്ക് ധാർമ്മികമായി എന്തവകാശമാണ് പുതിയ കുടിയേറ്റക്കാരെ പുറത്താക്കാൻ ഉള്ളത് എന്നാണ്. നിയമപരമായ അധികാരം തീർച്ചയായും അമേരിക്കൻ സർക്കാരിനുണ്ട്. അതേസമയം നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ 1607 ആദ്യമായിട്ട് ഒരു കുടിയേറ്റ കോളനി അമേരിക്കയിൽ യൂറോപ്യന്മാർ സ്ഥാപിക്കുന്നത്. അത് പ്രധാനമായും ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന കർഷകരായിരുന്നു. പുകയില കൃഷിയുടെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് കുടിയേറിയ ഒരു സംഘമാണ് ആദ്യമായി വെർജീനിയയിലെ ജെയിംസ് ടൗണിൽ ഒരു കോളനി സ്ഥാപിക്കുന്നത്. അതുമുതൽ ഇങ്ങോട്ട് യൂറോപ്പിൽ നിന്നും, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ ഒരു വലിയ പ്രവാഹത്തെയാണ് കോളനി കാലഘട്ടങ്ങളിൽ നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ കാണുന്നത്. 1620 കുറേയധികം പ്യൂരിറ്റാൻ സഭക്കാർ ഇംഗ്ലണ്ടിൽ നിന്ന് അതിൻ്റെ ഒരു മതപീഡനത്തിൻ്റെ ഫലമായിട്ട് 100ഓളം പേർ വരികയും അവർ മസാച്യുസെറ്റ്സിൽ ഒരു കോളനി സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷം ലക്ഷക്കണക്കിന് പ്യൂരിറ്റാൻ വിശ്വാസികൾ അമേരിക്കയിലേക്ക് കുടിയേറി. അങ്ങനെ കുടിയേറ്റത്തിൻ്റെ വലിയൊരു ചരിത്രമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലുള്ളത്. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ യൂറോപ്പിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും അതുപോലെ ഏഷ്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുമെല്ലാം തന്നെ അനേകം ആയിരം കുടിയേറ്റക്കാർ, അനേക ലക്ഷം കുടിയേറ്റക്കാർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലും അതുപോലെ തന്നെ അമേരിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും കുടിയേറി. അവരുടെ ഈ കുടിയേറ്റക്കാരുടെ ഒരു അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്നത്തെ അമേരിക്ക. അത് കുടിയേറ്റക്കാർ മാത്രമല്ല, അമേരിക്കയിലേക്ക് വലിയ തോതിൽ കൊളോണിയൽ കാലഘട്ടത്തിൽ അടിമകളെ കൊണ്ടുവന്നിരുന്നു. ആഫ്രിക്കയിൽ നിന്ന് അവരുടെ സ്വതന്ത്രമായ എൻവയോൺമെൻറ്റിൽ ജീവിച്ചിരുന്ന സാധാരണ മനുഷ്യരെ മൃഗങ്ങളെപ്പോലെ പിടിച്ച് കപ്പലുകളിൽ കൊണ്ടുവന്ന് അവരെ അടിമകളാക്കി വളർത്തിയെടുത്തതാണ് അമേരിക്കയുടെ കാർഷിക സമ്പത്ത്. പിന്നീട് നടന്നിട്ടുള്ള അടിമകളുടെ വിമോചന സമരങ്ങൾ, അതുപോലെ അതിന് മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലുള്ള നേതാക്കന്മാർ നൽകിയിട്ടുള്ള സംഭാവന, ഇതെല്ലാം നമുക്കറിയാം. വളരെ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അബ്രഹാം ലിങ്കനാണ് അടിമകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്. അത്തരത്തിൽ മറ്റു ഭൂഖണ്ഡങ്ങളിൽ നിന്ന് കുടിയേറിയിട്ടുള്ള ആളുകൾ മാത്രമാണ് ഇന്ന് അമേരിക്കയിൽ അവശേഷിക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അവിടുത്തെ ആദിമ നിവാസികളായിട്ടുള്ള നമ്മൾ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കുന്ന ജനവിഭാഗത്തെ മുഴുവനായിട്ടും എങ്ങനെയാണ് ഉന്മൂലനം ചെയ്തതെന്ന് നമുക്കറിയാം. ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ ഏടുകളിലൊന്നാണ് റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒരു വലിയ സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു വംശത്തെ ആകെ തന്നെ ഉന്മൂലനം ചെയ്തത്. സിയാറ്റിനിലെ റെഡ് ഇന്ത്യൻ ചീഫിൻ്റെ പ്രസംഗം ഇന്നും മാനവരാശിയുടെ മുന്നിൽ ഒരു വെളിച്ചമായി നിൽക്കുകയാണ്. ഈ അവസ്ഥയിലാണ് ലോകം മുഴുവൻ യാഥാസ്ഥിതികത
പിടിമുറക്കുന്ന ഈ കാലത്ത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുകയും ചരിത്രത്തെക്കുറിച്ച് യാതൊരു ധാരണകളുമില്ലാതെ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഏതാനും ചില കോടീശ്വരന്മാർക്ക് വേണ്ടി മാത്രം ഇത്തരം നയങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഇറക്കുമതി തീരുവ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വളരെയധികം വർദ്ധിപ്പിക്കുക, അതുപോലുള്ള പ്രവർത്തനങ്ങളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ച സംഭവം ഇന്ന് ലോകവ്യാപകമായി ചർച്ചയാവുകയാണ്. അനധികൃത കുടിയേറ്റക്കാർ തീർച്ചയായും അവർ നിയമപരമായ പരിരക്ഷ അർഹിക്കുന്നില്ല, അവരുടെ നാടുകളിലേക്ക് തിരിച്ചയക്കണം, അത് നിയമപരമായി ശരിയാണ്. പക്ഷെ അതേസമയം അവരെ കൊടുങ്കുറ്റവാളികളെപ്പോലെ കയ്യിലും കാലിലും ചങ്ങലയിട്ടുകൊണ്ട് 40 മണിക്കൂറോളം അവർക്ക് ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും സാധിക്കാതെ കൊണ്ടുവന്ന് അവരുടെ മാതൃരാജ്യത്ത് തള്ളുക എന്ന് പറയുന്നത് അത് മാനവികതയോടുള്ള വലിയൊരു അവഹേളനമാണ്. അത്തരം ആളുകളെ ഡിപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ കൊണ്ടുപോകാൻ അവരുടെ രാജ്യങ്ങളോട് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ അവരെ മാന്യമായ സിവിലിയൻ രീതിയിൽ അവരെ തിരിച്ച് എത്തിക്കാം. ഇതൊക്കെ ചെയ്യുന്നതിന് പകരം ഇന്ത്യ അമേരിക്കയുടെ വലിയ സുഹൃത്ത് രാജ്യമാണെന്നാണ് ട്രംപും അതുപോലെ നമ്മുടെ രാജ്യമൊക്കെ പറയുന്നത്. പക്ഷെ അത്തരത്തിലുള്ള ഒരു രാജ്യത്തെ പൗരന്മാരോട് കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദ പോലും ഇക്കാര്യത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇത്തരം പ്രവൃത്തികളിലൂടെ അമേരിക്ക കൂടുതൽ ലോക സാഹചര്യങ്ങളിൽ ഒറ്റപ്പെടാനാണ് സാധ്യത. ട്രംപിനെ അനുകൂലിക്കുന്ന മസ്കിനെ പോലുള്ള ശതകോടീശ്വരന്മാരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് മറ്റു ലോകരാജ്യങ്ങൾക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കേണ്ട ഒരു ഗതികേട്ടിലല്ല ഉള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ വാഹനങ്ങളുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ കൺസ്യൂമർ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലായാലും ജപ്പാനും ചൈനയും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം തന്നെ അമേരിക്കയേക്കാൾ എത്രയോ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിലും അത് വിപണനം ചെയ്യുന്നതിലും മുന്നിൽ നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ തരത്തിലുള്ള നയങ്ങളുമായി മറ്റു ലോകരാജ്യങ്ങളെ മുഴുവനായും, യൂറോപ്യൻ യൂണിയനായാലും അതുപോലെ അയൽ രാജ്യങ്ങളായാലും അവരെല്ലാം തന്നെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു നടപടികൾ തുടർന്ന് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ദോഷം ചെയ്യാൻ പോകുന്നത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥക്കും ഡോളർ അധിഷ്ഠിതമായിട്ടുള്ള അന്താരാഷ്ട്ര വിപണന സമ്പ്രദായത്തിലുമാണ്. ട്രംപിൻ്റെ നടപടികൾ തീർച്ചയായും ഒരു കൂടുതൽ കലുഷിതമായ രോഗം സൃഷ്ടിക്കുവാനേ സാധ്യമാവുകയുള്ളൂ എന്നാണ് ഈ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ വിവിധ കമ്മിറ്റികളിൽ നിന്നും പിൻവാങ്ങുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വരും കാലഘട്ടങ്ങളിൽ അവരെ കൂടുതൽ ലോകരാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താനും അതുപോലെ തന്നെ ഇന്ന് അമേരിക്ക കാണിക്കുന്ന അപ്രമാദിത്വത്തിന് വലിയ തോതിലുള്ള ഇടിവ് സംഭവിക്കുവാനുമാണ് സാധ്യതയുള്ളത്. ചരിത്രബോധമില്ലാതെ നിലവിലുള്ള സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയില്ലാതെ ഇത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള അനേകം സംഭവങ്ങൾ നമുക്ക് ലോകചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ കാലഘട്ടം, അതുപോലെ തന്നെ മറ്റു ഏകാധിപതികളുടെ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള നടപടികളിലൂടെ ആ രാജ്യങ്ങൾ പൂർണ്ണമായി തകർന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ ട്രംപിൻ്റെ നയങ്ങൾ ലോകത്തെ കൂടുതൽ അപകടകരമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കും.